ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ടാബ്ലറ്റ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇതിൽ മൗസും കീബോർഡും ഒന്നിച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. മൗസും കീബോർഡും മാത്രമല്ല, നിങ്ങൾക്ക് ഹാർഡ് ഡ്രൈവോ അല്ലെങ്കിൽ മെമ്മറി കാർഡ് റീഡറോ എന്ത് വേണമെങ്കിലും പെൻ ഡ്രൈവോ ഇതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എത്തരത്തിലാണ് നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ മൗസും കീബോർഡും ഒന്നിച്ച് കണക്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിൽ നോർമലായിട്ട് ഇപ്പോൾ വയർലെസ് കീബോർഡ് കോംബോ വരുന്നുണ്ട്. അതായത് ഒരു ചെറിയ USB സ്റ്റിക്ക് ഒന്ന് കണക്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ മൗസും കീബോർഡും വർക്ക് ചെയ്യുന്ന ആ ടൈപ്പ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. നേരെ മറിച്ച് നോർമൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ വയർഡായി കൊടുത്തിട്ടുള്ള കീബോർഡും മൗസും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഫോണിൽ മൗസ് കണക്ട് ചെയ്യുക, എങ്ങനെയാണ് ഫോണിൽ കീബോർഡ് കണക്ട് ചെയ്യുക, ഈ 2 വീഡിയോസ് നമ്മൾ കണ്ടു. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരേ സമയത്ത് എങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിവൈസ് കണക്ട് ചെയ്യാമെന്ന് കാണിച്ചത്. അതായത് നമ്മൾ ഒരേ സമയത്ത് ഈ ഫോണിൽ കീബോർഡും മൗസും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു ഡോങ്കിൾ ആവശ്യമുണ്ട്. അത് കൂടാതെ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം വയർലെസ് ആയിട്ടുള്ള മൗസ് വരുന്നത്, മൗസ് ആൻഡ് കീബോർഡ്, അത് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു വയർലെസ്സിൻ്റെ ഡോങ്കിളില്ലേ, അത് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വയറിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ മൗസും കീബോർഡും ഉപയോഗിക്കാം. വയർലെസ് ആയിട്ടുള്ള മൗസും കീബോർഡും നിങ്ങൾക്ക് ഒരൊറ്റ USB സ്റ്റിക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, നോർമലായിട്ട് കണക്ട് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾക്ക് ഇതേപോലത്തെ ഒരു USB ഹബ്ബ് വേണം. ഇതിലിപ്പോൾ 4 USB വരെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ പവറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങളുടെ ഫോൺ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പോക്കോയുടെ X3 Pro എന്നുള്ളൊരു ഫോണാണ്. അപ്പോൾ നിങ്ങളുടെ പഴയ വേർഷൻ ഫോണാണെങ്കിൽ സെറ്റിങ്സ് കയറുക. അവിടെ നിങ്ങൾ OTG എന്ന് ടൈപ്പ് ചെയ്യണം. OTG എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ OTG വരും. ഇതിപ്പോൾ MIUI 14 ആണ്. ഇവിടെ പ്രത്യേകിച്ച് സെറ്റിങ്സ് ഒന്നുമില്ല, ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ വർക്ക് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അഡീഷണൽ സെറ്റിങ്സിൽ പോയിട്ട് OTG ഇവിടെ കാണും, അത് ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. MI 13 സമയത്ത് എൻ്റെയിലും ഇതേപോലെ കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ MI 14 ആ ഓപ്ഷൻ ഇല്ല. സാംസങ്ങിൻ്റെ J1 J2 സീരീസിലൊക്കെ ഡയറക്റ്റ് കണക്ട് ആവും. അതിനുശേഷം വരുന്ന ഫോണുകളിലൊക്കെ, ഓപ്പോ വ്യൂ അങ്ങനത്തെ ഫോണുകളിലൊക്കെ OTGയുടെ ഈ ഓപ്ഷൻ കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പം എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത്തരത്തിൽ ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല. അതായത് വേറെ ഫംഗ്ഷൻ, ഇപ്പം ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ ഡോങ്കിൾ കണക്ട് ചെയ്തിട്ട് മൗസ് ഇവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് ടച്ച് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേങ്കിൽ ഈ സെറ്റിങ്സിൽ പോയിട്ട് ഇത് ഓൺ ആക്കേണ്ട ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സൈഡ് മാത്രം കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സെറ്റിങ്സിൽ കയറിയിട്ട് OTG ആ ഫംഗ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു മൗസ് ഉപയോഗിച്ച് ബാക്കി എല്ലാ സൈഡും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഡാറ്റാസൊക്കെ കോപ്പി ചെയ്യാൻ പറ്റും. ഇതിന് അധികം വിലയൊന്നുമില്ല, ഒരു 100, 150 അല്ലെങ്കിൽ 50 രൂപയ്ക്ക് പോലും കിട്ടും. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ പഴയ ടൈപ്പിൽ ഇതിന് 30 രൂപ എന്തോ ഉണ്ടായിരുന്നത് ഈ വയറിൻ്റെത്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു എക്സ്ട്രാ എക്സ്റ്റൻഷനാണ്. ഇത് പഴയ V2 ആണ്. അതായത് പഴയ സാംസങ് J2 J7 മൈക്രോ USB 2.0 ഇതായിരുന്നു. സോ ഈ സംഭവമായിരുന്നു അതിൽ. ഇപ്പം ഇത് മാറി, ഇപ്പം പുതിയ ടൈപ്പ് C ഇത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൽ കണക്ട് ചെയ്ത് വെച്ചേക്കില്ല, ഇത് മിസ്സായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ USB ഹബ്ബ് ഉണ്ടല്ലോ, അതിൻ്റെ പിറകിലേക്ക് ഇത് കണക്ട് ചെയ്യാം. ഓക്കെ, ഈ പോക്കോ X3 Pro മദർ ബോർഡ് പ്രോബ്ലം ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ആകും. ചിലപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ റീസ്റ്റാർട്ട് ആവും, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഓൾറെഡി ഇതിനുള്ള പ്രോബ്ലം തന്നെയാണ്. അതിനുശേഷം നമ്മൾ USB ഹബ്ബിലേക്ക് ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. മൗസ് കണക്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ കീബോർഡും കണക്ട് ചെയ്തു ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, നമ്മളിവിടെ ക്രോം ഓപ്പൺ ചെയ്യാം കേട്ടോ. ക്രോം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത രീതിയിൽ ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ ഇത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം മൗസ് വർക്കിംഗ് ആണ്, കീബോർഡും വർക്കിംഗ് തന്നെയാണ്. ടൈപ്പ് ചെയ്യാം. മൗസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ഹൗ ടു യൂസ് മൗസ് ആൻഡ് കീബോർഡ് സെർച്ച് ചെയ്യുക. നമ്മൾ PC ചെയ്യുന്ന പോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഓപ്ഷൻ വരും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ വരും. കോപ്പി എടുക്കുക, ഇവിടെ വരാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. എസ്കേപ്പ് കീ അടിക്കുമ്പോൾ
അത് ക്യാൻസലായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നില്ലേ, ഇത്തരത്തിൽ അടിപൊളിയായിട്ട് നമുക്ക് മൗസും കീബോർഡൊക്കെ ഉപയോഗിക്കാം. ഗെയിം കളിക്കാൻ വേണ്ടി ഈ സെറ്റപ്പ് പോരാ, അതിന് മൗസ് പാണ്ട പ്രോ എന്നിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ എനിക്കത് വർക്കായില്ല. 250 രൂപയാണ് എൻ്റെ പെയ്ഡ് വെർഷൻ. ഞാൻ ഉപയോഗിച്ചിട്ട് നടന്നില്ല. അപ്പോൾ TC ഗെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി സോഫ്റ്റ്വെയർ ഉണ്ട് കമ്പ്യൂട്ടറിൽ. അത് ഫ്രീ ആണ്. അതിൻ്റെ VIP വേർഷനും ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് PUBG, കോൾ ഓഫ് ഡ്യൂട്ടി തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കണ്ട് ചെയ്താൽ ഭയങ്കരമായിട്ട് ചാർജ് പോകുന്നു. അങ്ങനെ ചാർജൊന്നും അധികം പോകുന്നില്ല. നോക്കി 97% ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ചാർജുകൾ മാത്രമേ ഇതിലേക്ക് വരുന്നുള്ളൂ. സോ ചാർജൊന്നും പെട്ടെന്ന് പോകുന്നു, ബാറ്ററി കംപ്ലൈൻറ്റ് ആവുന്നു, അങ്ങനത്തെ കാര്യത്തിലൊന്നും പേടി വേണ്ട. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പോലെ നിങ്ങൾക്ക് ഫോണിൽ ഉപയോഗിക്കാം. പിന്നെ കുറച്ചുകൂടി വലിയ ടാബ്ലറ്റുകളാണ് കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടച്ച് പാഡ് ടൈപ്പ് ചെയ്യുന്നതിനെക്കാട്ടും എത്രയോ ഒരു സുഖമുള്ള കാര്യമാണ് ഈ സാധാരണ ഫിസിക്കൽ കീബോർഡ് ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുറച്ചുകൂടി വലിയ ടാബ്ലറ്റൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഈ OTG ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു, അവൻ്റെ സാംസങ് ഫോണാണ്. ആ ഫോൺ അടിച്ചുപോയി എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻ ടച്ച് ഒട്ടും വർക്ക് ചെയ്യുന്നില്ല, മൊത്തത്തിൽ പോയി. ഒട്ടും വർക്ക് ചെയ്യാത്തൊരവസ്ഥയിൽ എടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഫയൽ കോപ്പി ചെയ്ത് തരാൻ. അപ്പോൾ എനിക്ക് ഈ ഒരു അതിൽ ഇങ്ങനെ സെറ്റിങ്സിൽ കയറിയിട്ട് OTG ഓണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഞാൻ ഇത് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ കീബോർഡിൽ എസ്കേപ്പ് ഇല്ലേ, ഇത് പ്രസ് ചെയ്യുക. അപ്പം അവിടെ കാണിക്കും എൻ്റർ ലോക്ക് സ്ക്രീൻ പിന്നുള്ളത് വരും. അതിനുശേഷം നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഫോൺ അൺലോക്ക് ആകും. പിന്നെ ഈ മൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റാസൊക്കെ കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഡോങ്കിളില്ലേ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു USB പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. ഹാർഡ് ഡിസ്കോ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ഫോണിലെ ഫയലൊക്കെ നമുക്ക് അതിലേക്ക് ബാക്കപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ടച്ച് വർക്ക് ചെയ്ത് നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, കുറച്ച് വൈഫൈയിലൂടെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന വായന തുമ്പത്തുണ്ട്, കിട്ടുന്നില്ലല്ലോ. എക്സ്പ്ലോറോ അല്ല, എക്സെൻഡർ, സോറി, കുറേ ആയിട്ട് അത് ഉപയോഗിക്കാത്തതുകൊണ്ട് അതിൻ്റെ പേര് കിട്ടിയില്ല. എക്സെൻഡറോ അല്ലെങ്കിൽ നിയർ ബൈ ഷെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ഉപകാരപ്പെടുന്നൊരു ഫീച്ചറാണിത്. സോ നല്ലൊരു ഉപകാരമാണ് ഇതിനെക്കൊണ്ട്. അപ്പം ഇത്തരത്തിൽ അപ്പോൾ ഇടക്കാലത്ത് ഇവർ സെറ്റിങ്സിൽ പോയിട്ട് ഈ OTG ടൈപ്പ് ചെയ്തിട്ട് അത് ഓൺ ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ കണക്റ്റാവുന്നുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവന്നു. പക്ഷേങ്കിൽ എനിക്കറിയില്ല, ഇപ്പോൾ പുതിയ ഡിവൈസിലേക്ക് അത് മാറ്റിയെന്ന് തോന്നുന്നു. കാരണം അത്തരത്തിലൊരു ഓപ്ഷൻ വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം സ്ക്രീൻ ടച്ച് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇത് കണക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാരണം ഈ OTG ഓൺ ചെയ്യാതെ ഇത് വർക്ക് ചെയ്യില്ല. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. എന്നിരുന്നാലും നമ്മൾക്ക് എന്തെങ്കിലും സ്ക്രീനൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു സംഭവം സെറ്റിങ്സിൽ കയറി ഓണാക്കാതെ ഇത് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നല്ലൊരു ഫീച്ചറാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പഴയ ഫോണൊക്കെ ടച്ച് വർക്ക് ചെയ്യാതെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ വർക്കായേക്കാം. ഇതെന്തായാലും വർക്കാവും. കാരണം ഇത് ഈ OTG എന്നുള്ളത് ഒരു യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു ചാനലുണ്ട്, F-Top റിവ്യൂ എന്നില്ല. ആ ചാനലിൽ ഞാൻ ഈ വീഡിയോ ആദ്യം ഇട്ടപ്പോൾ കുറേ ആൾ പറഞ്ഞ് ഫേക്കാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യില്ല എന്ന്. പക്ഷേ ആ സമയത്ത് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ഞാൻ 2016 എങ്ങനെയാണ് ആ വീഡിയോ ഇട്ടത്. ആ സമയത്ത് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു ഫംഗ്ഷനുള്ള കാര്യം. സോ ഇത് നല്ല ഉപകാരമുള്ള ഫംഗ്ഷനാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. അതിനൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്, മൗസ് പാണ്ട പ്രോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് വർക്കായില്ല, ഞാൻ 250 രൂപ വെറുതെ കളഞ്ഞു. അപ്പം TC ഗെയിംസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, TC ഗെയിംസ്, അതായത് ഒരു ലാപ്ടോപ്പ് വേണമെന്നേ ഉള്ളൂ. നമ്മൾക്ക് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന മൗസും കീബോർഡും ഉപയോഗിച്ചിട്ട് അത്ര വലിയ ലാറ്റൻസി ഒന്നുമില്ല, അടിപൊളിയായിട്ട് ഫോണിലെ ഗെയിമൊക്കെ ലാപ്ടോപ്പിൽ കളിക്കാൻ പറ്റും. എമുലേറ്റർ പോലെ വർക്ക് ചെയ്യും. എന്നാൽ എമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എമുലേറ്റർ വർക്ക് ചെയ്യും, നമ്മുടെ PC-യിലായാലും ലാപ്ടോപ്പിലായാലും. പക്ഷേ ഈ TC ഗെയിംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2GB ഉള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ സ്ക്രീൻ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. ലാറ്റൻസി കുറച്ചും കൂടി കുറഞ്ഞ് കിട്ടണമെങ്കിൽ ഫോൺ തന്നെ ഉപയോഗിക്കും. കാരണം നമ്മൾ PUBG ഒക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ BGMI കളിക്കുമ്പോൾ കുറച്ചും കൂടി ആക്യുറസി കൂടുതലാണ് ഈ പറയുന്ന മൗസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ. ഫോണിൽ നമ്മളിപ്പം 5 ഫിംഗർ, 2 ഫിംഗർ, 3 ഫിംഗർ, 4 ഫിംഗർ, 5 ഫിംഗർ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. പക്ഷേങ്കിൽ കമ്പ്യൂട്ടറിലാകുമ്പം ഈ 5 കൈയും മൂവ്മെൻറ്റ്സിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. ജമ്പ്, ലെഫ്റ്റ്, റൈറ്റ്, മുമ്പോട്ട്, പിറകോട്ട്, ഷിഫ്റ്റ്, സ്പീഡിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതിൽ തന്നെയാണ് നേടും ഹീലിങ്സൊക്കെ ഉപയോഗിക്കുന്നത്. വലത്തെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വലത്തെ കയ്യിൽ നമ്മൾക്ക് സ്കോപ്പ് എടുക്കുക, ഫയർ ചെയ്യുക, ഐറ്റംസ് സെലക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ ഇതുപോലെ ഗെയിമിംഗ് മൗസ് ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കീസൊക്കെ ആഡ് ചെയ്തിട്ട് കളിക്കാൻ പറ്റും. സോ ഇത്രയുള്ള ഈ വീഡിയോയിൽ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് USB വയേർഡ് ആയിട്ടുള്ള മൗസും കീബോർഡും ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ടാബ്ലറ്റൊക്കെയാണ് കുറച്ചുകൂടി എളുപ്പമാണ് ഇത്തരത്തിൽ മൗസും കീബോർഡും ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഓഫീസ് വർക്കൊക്കെ ഫോണിൽ ചെയ്യാൻ
ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ കഥ എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുറേ അധികം ടൈപ്പ് ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ കീബോർഡ് കണക്ട് ചെയ്ത് നല്ല വൃത്തിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മൗസ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ സെലക്ട് ഒക്കെ ചെയ്യാൻ പറ്റും ടെക്സ്റ്റ്. നമുക്ക് നോർമലി ഫോണിൽ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം കുറച്ച് അധികം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ മൗസിന് സ്ക്രോൾ വീൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ ടെക്സ്റ്റൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ആയിട്ടൊരു സ്മെയിൽ ആയാലും ഒരു കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.